വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ ഗുഡ് ഫുഡ് എന്ന പാഠമാണ്. ഇതൊരു പിക്ചർ റീഡിംഗ് പാഠമാണ്. നമുക്ക് ആ ബുക്കിലേക്ക് നോക്കാം. ഇവിടെ 5 ചിത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ നോക്കി മനസ്സിലാക്കിയ ശേഷം ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം ചിത്രങ്ങളിലേക്ക് പോകാം. 5 pictures are given in this lesson. ഈ ലെസണിൽ 5 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. In the first picture we can see a wheat field after harvesting. ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? വി ക്യാൻ സീ എ വീറ്റ് ഫീൽഡ്. ഒരു ഗോതമ്പ് വയൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വി ക്യാൻ സീ എ വീറ്റ് ഫീൽഡ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ്. വിളവെടുത്ത ശേഷമാണ്. പിന്നെന്താണ് കാണാൻ പറ്റുന്നത്? എ പൈൽ ഓഫ് വീറ്റ് ഈസ് സീൻ ഇൻ ദിസ് പിക്ചർ. എ പൈൽ ഓഫ് വീറ്റ്. ഗോതമ്പിൻ്റെ ഒരു കൂന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2 men are filling this wheat in sacks. 2 പുരുഷന്മാർ ഈ ഗോതമ്പ് ചാക്കിൻ്റെ അകത്ത് നിറയ്ക്കുന്നുണ്ട്. 2 men are filling this wheat in sacks. 2 പുരുഷന്മാർ ചാക്കിൻ്റെ ഉള്ളിലേക്ക് ഗോതമ്പ് നിറയ്ക്കുന്നുണ്ട്. പിന്നെന്താ കാണാൻ കഴിയുന്നത്? 1 lady is sewing the sacks. ഒരു സ്ത്രീ ഇരുന്നുകൊണ്ട് ചാക്ക് തുന്നി കെട്ടുന്നുണ്ട്, അല്ലേ? ചാക്ക് തയ്ക്കുന്നുണ്ട്. എന്തിനാണ് തയ്ക്കുന്നത്? ഗോതമ്പ് നിറച്ച ചാക്ക് തുന്നി തയ്ക്കുകയാണ്, അത് പാക്ക് ചെയ്യുകയാണ്. 1 lady is sewing the sack. 1 man is holding a sack filled with wheat on his back. ഒരു മനുഷ്യൻ ഗോതമ്പ് നിറച്ച ചാക്ക് തൻ്റെ പുറത്തെടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. He is loading the sacks of wheat in the lorry. ലോറിയിൽ അയാൾ ഈ ഗോതമ്പ് ചാക്കുകളൊക്കെ കയറ്റുകയാണ്. He is loading the sacks of wheat in the lorry. എന്താണ് ഈ ലോറി അല്ലെങ്കിൽ ട്രക്ക് എന്ന് പറയുന്നത്? ലോറി ഓർ ട്രക്സ് ആർ ഹെവി വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ക്യാരിയിങ് ഗുഡ്സ്. സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളാണ് ലോറി അല്ലെങ്കിൽ ട്രക്ക് എന്ന് പറയുന്നത്. പിന്നെയോ 1 lady is counting the sack of wheat loaded in the truck. ട്രക്കിൽ കയറ്റിയ ചാക്കൊക്കെ ഒരു ലേഡി എണ്ണുന്നുണ്ട്, അല്ലേ? 1 lady is counting the sacks of wheat loaded in the truck. ട്രക്കിൽ കയറ്റിയ ഗോതമ്പ് ചാക്കുകളൊക്കെ ഒരു സ്ത്രീയെ എണ്ണുന്നുണ്ട്, കേട്ടോ? അതൊക്കെയാണ് ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത്. In the second picture we can see 4 men are unloading the sacks from the truck. രണ്ടാമത്തെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് 4 പുരുഷന്മാർ ലോറിയിൽ നിന്നും അല്ലെ ട്രക്കിൽ നിന്നും ഗോതമ്പ് ചാക്കുകൾ ചുവന്ന് താഴെ വയ്ക്കുകയാണ്. They are unloading. 4 men are unloading the sacks from the truck. പിന്നെയോ 1 lady is unsewing the sack or opening the sack. ഒരു സ്ത്രീയെ ചാക്ക് തുറക്കുന്നുണ്ട്. 1 lady is unsewing the sack or opening the sack. അവർ സാക്ക് തുറക്കുകയാണ്. എ പൾവറൈസർ ഈസ് സീൻ ഇൻ ദ പിക്ചർ. ഒരു പൾവറൈസർ കാണാനുണ്ട്. ഈ പടത്തിൽ ഒരു പൾവറൈസർ ഉണ്ട്. എന്താ പൾവറൈസർ? പൾവറൈസർ ഈസ് ഫോർ ഗ്രൈൻഡിങ് ദ വീറ്റ്. ധാന്യങ്ങളൊക്കെ പൊടിക്കാനുള്ള ഒരു യന്ത്രമാണ് പൾവറൈസർ. 1 man is pulverizing the wheat. ഒരാളാണെങ്കിൽ ഗോതമ്പ് പൊടിക്കുന്നുണ്ട്. ഓർ 1 man is grinding the wheat, അല്ലെങ്കിൽ അയാൾ വീറ്റ് ഗ്രൈൻഡ് ചെയ്യുകയാണെന്നും പറയാം. ആഫ്റ്റർ പൾവറൈസിങ് ഓർ ഗ്രൈൻഡിങ് ദ വീറ്റ്, ദ ഫ്ലോർ ഈസ് കളക്റ്റഡ് ഇൻ ദ ബാഗ്സ് ഓർ സാക്സ്. ഗോതമ്പ് പൊടിച്ചു കഴിഞ്ഞിട്ടേ ഈ പൊടിയുണ്ടല്ലോ, ഇതിനെ ഫ്ലോർ എന്നാണ് പറയുക. FLOUR, ഫ്ലോർ ഈസ് കളക്റ്റഡ് ഇൻ ദി ബാഗ്സ് ഓർ സാക്സ്. അത് പിന്നെ ചാക്കിലോ ബാഗ്സിലോ ഒക്കെ കളക്ട് ചെയ്യും.
ഫ്ലോർ ഓഫ് ദ വീറ്റ് ഈസ് കോൾഡ് ആട്ട. ഗോതമ്പിൻ്റെ പൊടിക്കാണ് ആട്ട എന്ന് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് ഫ്ലോർ? FLOUR എന്നാണ് ഫ്ലോർ കേട്ടോ. വാട്ട് ഈസ് ഫ്ലോർ? ഫ്ലോർ ഈസ് ദ പൗഡർ പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രൈൻഡിങ് ദ ഗ്രെയിൻസ്. ധാന്യങ്ങളൊക്കെ പൊടിച്ച് കിട്ടുന്ന ആ ധാന്യപ്പൊടിക്കാണ് ഫ്ലോർ എന്ന് പറയുന്നത്. ബാഗ്സ് ഓഫ് ഫ്രഷ് ആട്ട ഓർ വീറ്റ് ഫ്ലോർ ഈസ് സീൻ ഇൻ ദിസ് പിക്ചർ. Bags of wheat flour or fresh atta is seen in this picture. ഗോതമ്പ് പൊടിച്ച് ആട്ടയാക്കിയത് അതും ഇവിടെ ചാക്കിൻ്റെ അകത്താക്കിയല്ല ബാഗ്സിൻ്റെ അകത്താക്കി വച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം കേട്ടോ. ഇൻ ദി തേർഡ് പിക്ചർ വി ക്യാൻ സീ എ ഗ്രോസറി സ്റ്റോർ. മൂന്നാമത്തെ പടത്തിൽ നമുക്ക് ഒരു പലചരക്ക് കട കാണാം. ഗ്രോസറി സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോർ ഫോർ സെല്ലിങ് ഹൗസ് ഹോൾഡ് ഗുഡ്സ്. ഹൗസ് ഹോൾഡ് ഗുഡ്സ് ഒക്കെ വിൽക്കുന്ന കടയ്ക്കാണ് ഗ്രോസറി സ്റ്റോർ എന്ന് പറയുന്നത്. 2 men are seen in this picture. 2 പേരെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. They came for buying the goods. അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നവരാ. They came for buying the household goods. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നവരാണ് അവർ. 1 man has bought a sack of ആട്ട. ഒരാൾ ഒരു ചാക്ക് ആട്ട വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബാഗ് ആട്ട വാങ്ങിച്ചിട്ടുണ്ട്. ദി ഷോപ്പ് കീപ്പർ ഈസ് ഓൾസോ സീൻ ഇൻ ദിസ് പിക്ചർ. കടക്കാരനെയും നമുക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട് ഈ പടത്തിൽ. ദി ഷോപ്പ് കീപ്പർ ഈസ് ഓൾസോ സീൻ ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിൽ നമുക്ക് ഷോപ്പ് കീപ്പറേയും കാണാം. പിക്ചർ 4, 4ാമത്തെ ചിത്രം. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ 2 persons. ഇതിൽ നമുക്ക് 2 പേരെ കാണാൻ കഴിയും. ദ മാൻ ഈസ് മേക്കിംഗ് ഡഫ് ഫ്രം ദി ആട്ട. ആ പുരുഷൻ എന്ത് ചെയ്യുന്നു? ഹീ ഈസ് മേക്കിംഗ് ഡഫ് ഫ്രം ദി ആട്ട. ആട്ട കുഴച്ച് റെഡിയാക്കുകയാണ്. ഈസ് മേക്കിംഗ് ഡഫ്. ദ ലേഡി ഇൻ ദ 4th പിക്ചർ ഈസ് മേക്കിംഗ് ചപ്പാത്തി വിത്ത് ദിസ് ഡഫ്. ഈ മാവ് കുഴച്ചത് കൊണ്ട് അതുപയോഗിച്ച് അവർ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഇൻ ദ 5th പിക്ചർ, 5ാമത്തെ ചിത്രത്തിൽ വി ക്യാൻ സീ എ ഗേൾ. ഒരു ഗേളിനെ കാണാൻ പറ്റുന്നുണ്ട്. ഷീ ഈസ് ഈറ്റിംഗ് ചപ്പാത്തീസ്. ദ ഗേൾ ഈസ് ഈറ്റിംഗ് ചപ്പാത്തീസ് അലോങ് വിത്ത് കറി, ഓർ ഷീ ഈസ് ഈറ്റിംഗ് ചപ്പാത്തീസ് അലോങ് വിത്ത് സബ്ജി. നൗ വി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ സീൻ ഇൻ ദിസ് ലെസൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ യു സീ ഇൻ പിക്ചർ 1? എന്തൊക്കെ പിക്ചർ 1ൽ എന്തെല്ലാം കാണാൻ കഴിയുമെന്ന് നോക്കാം. 1, ഇൻ ദ ഫസ്റ്റ് പിക്ചർ വി ക്യാൻ സീ എ വീറ്റ് ഫീൽഡ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ്. ഇൻ ദ ഫസ്റ്റ് പിക്ചർ വി ക്യാൻ സീ എ വീറ്റ് ഫീൽഡ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ്. 2, എ പൈൽ ഓഫ് വീറ്റ് ഈസ് സീൻ ഇൻ ദിസ് പിക്ചർ. 3, 2 men are filling this wheat in sacks. 4, 1 lady is sewing the sacks. ഒരു സ്ത്രീ ഇരുന്നുകൊണ്ട് ചാക്ക് തുന്നിക്കെട്ടുന്നുണ്ട്. അടുത്തത്, 1 man is holding a sack filled with the wheat on his back. ഒരാൾ പുറത്തെ ഗോതമ്പിൻ്റെ ഒരു ചാക്കും ചുമന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. He is loading the sacks of wheat in the lorry or truck. He is loading the sacks of wheat in the lorry. ലോറിയിലാട്ട് അയാളത് കയറ്റുക. Or we can say he is loading the sacks of wheat in the truck. ട്രക്കിൽ കയറ്റുകയാണെന്ന് പറയാൻ കേട്ടോ. അടുത്തത്, 1 lady is counting the sacks of wheat loaded in the truck. ട്രക്കെ കയറ്റിയ ചാക്കുകളൊക്കെ എണ്ണുന്നുണ്ട് ലേഡി. 1 lady is counting the sacks of wheat loaded in the truck. ട്രക്കിൽ കയറ്റിയ സാക്സ് ഒക്കെ എണ്ണുന്നുണ്ട് ഒരു സ്ത്രീ. 2ാമത്തെ ചോദ്യം നോക്കാം. 2ാമത്തത്, ലുക്ക് അറ്റ് പിക്ചർ 2. വാട്ട് ഈസ് ദ മാൻ ഡൂയിങ് വിത്ത് ദ വീറ്റ്? വാട്ട് ഈസ് ദ മാൻ ഡൂയിങ് വിത്ത് ദ വീറ്റ്? വീറ്റ് ഉപയോഗിച്ചാൽ എന്താ ചെയ്യുന്നത്? ദ മാൻ ഈസ് പൾവറൈസിങ് ദ വീറ്റ്. ദ മാൻ ഈസ് ഗ്രൈൻഡിങ് ദ വീറ്റ് എന്നും പറയാം. ദ മാൻ ഈസ് പൾവറൈസിങ് ദ വീറ്റ് ഓർ ദ മാൻ ഈസ് ഗ്രൈൻഡിങ് ദ വീറ്റ് എന്നും പറയാം. 3ാമത്തത്, ലുക്ക് അറ്റ് പിക്ചർ 4. ഹൂ ആർ ദേ? വാട്ട് ആർ ദേ ഡൂയിങ്? ഇൻ പിക്ചർ 4 വി ക്യാൻ സീ 2 persons, 1 man and the other woman.
ദേ ആർ മേക്കിംഗ് ചപ്പാത്തീസ്. അത് ചപ്പാത്തി ഉണ്ടാക്കിയാണ്. വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ് ഇൻ ദ ലാസ്റ്റ് പിക്ചർ? ദ ലാസ്റ്റ് പിക്ചർ, ദ ഗേൾ ഈസ് ഈറ്റിംഗ് ചപ്പാത്തീസ് along with the sabji. What do you have along with the chapati? We have sabji along with the chapati. അടുത്തത് ആറാമത്തെ ചോദ്യം. Have you seen a field? What was growing there? Speak about it. Have you seen a field? Yes. എന്ന് പറയാം. ശരി, ഞങ്ങൾ കണ്ടിരിക്കുന്നു. We have seen a field. What was growing there? Paddy was growing there. നമ്മുടെ ഇവിടെ ഗോതമ്പില്ല. We have paddy fields. Speak about it. അതിന് നമ്മളെന്ത് പറയും? We have paddy fields in our village. Paddy is the main crop in our village. പാഡിയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ, അല്ലെ നെല്ലാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാന വിള. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.